നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോക പ്രശസ്ത സ്ഥലങ്ങളിൽ ഒന്നായ ഇസ്താംബുളിലെ ഹാഗിയ സോഫിയയെക്കുറിച്ചാണ്. മുൻകാല ചരിത്രം. ഹാഗിയ സോഫിയ എന്നറിയപ്പെടുന്ന പള്ളിയുടെ യഥാർത്ഥ നിർമ്മാണം നടത്തിയത് CE 360 ചക്രവർത്തി കോൺസ്റ്റാന്റിയസ് രണ്ടാമൻ ആയിരുന്നു. എന്നാൽ CE 404 കലാപത്തിനിടെ അത് തീപിടുത്തത്തിൽ നശിപ്പിക്കപ്പെട്ടു. രണ്ടാമത്തെ നിർമ്മാണം CE 415 പൂർത്തിയായി. പക്ഷേ CE 532 നിക്ക കലാപത്തിൽ ഇത് വീണ്ടും നശിപ്പിക്കപ്പെട്ടു. നിലവിലുള്ളതും മൂന്നാമത്തേതുമായ പള്ളി പ്രശസ്തമായ ഹാഗിയ സോഫിയ ജസ്റ്റീനിയൻ ഒന്നാമൻ ചക്രവർത്തി CE 537 നിർമ്മിച്ചതാണ്. തുടർന്ന് ഹാഗിയ സോഫിയ 1453 വരെ ഒരു ക്രിസ്ത്യൻ പള്ളിയായി നിലനിന്നു. ആയിരത്തി 1453 ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഹാഗിയ സോഫിയ പള്ളി ഒരു മോസ്ക് ആയി മാറ്റപ്പെട്ടു. പിന്നീട് 1935 റിപ്പബ്ലിക് ഓഫ് തുർക്കിക്കു കീഴിൽ ഒരു മ്യൂസിയമായി ഇത് രൂപാന്തരപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും പ്രതീകാത്മകവുമായ യാത്രാ കേന്ദ്രങ്ങളിലൊന്നായി 2020 വരെ ഹാഗിയ സോഫിയ ഒരു മ്യൂസിയമായി തുടർന്നു. ഇന്ന് ഇസ്താംബുളിലെ ഒരു മോസ്കായി ഇത് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇസ്താംബുളിലെ മനോഹരമായ ഹാഗിയ സോഫിയയ്ക്ക് മുകളിലെ വിസ്മയകരമായ ആകാശക്കാഴ്ചയാണ് ഇനി ഞാൻ ഇവിടെ നൽകുന്നത്. ഓട്ടോമൻ വാസ്തുവിദ്യയുടെ പ്രതീകാത്മകമായ സമുച്ചയമാണ് ഈ അതിശയകരമായ കാഴ്ച. ഗംഭീരമായ താഴ്വരക്കുടം, സങ്കീർണമായ മൊസൈക്കുകൾ, ഉയർന്ന മിനാരങ്ങൾ എന്നിവ എടുത്തു കാണാം. സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യത്തിൻ്റെ പ്രതീകമായി ഹാഗിയ സോഫിയ നിലകൊള്ളുന്നു. ചരിത്രപ്രസിദ്ധമായ സുൽത്താന ഫെറ്റ് സ്ക്വയറിന് മുകളിലൂടെയുള്ള മനോഹരമായ ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണത്. ഹാഗിയ സോഫിയയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുമല്ലോ.